ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റോഡ് ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാദ്യം പോയി കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഒരു സമയമായപ്പോഴത്തേക്കായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറാൻ പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പ് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ബസ് കയറി വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ ബസ്സിലാണ്. അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ബസ്സിലാണ് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോയി ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ബത്തേരിക്ക് പോവാണ്. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ അവിടെ കവലയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് അച്ഛനെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നല്ല രസമുള്ളല്ലോ ഇവിടെ കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ബത്തേരി കഴിഞ്ഞു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊൻകുഴിയിലോട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫുൾ കാടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടോ, താനിവിടെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കടയിൽ നിർത്തിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചപ്പോൾ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പഴംപരി വാങ്ങിക്കുന്നുണ്ട് കഴിക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മുത്തങ്ങയിലാണ്. ഗൈസ്, നമ്മളങ്ങനെ പൊൻകുഴി ക്ഷേത്രത്തിന് അവിടെ എത്തി. ഇതാണ് പൊൻകുഴി ക്ഷേത്രം. ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ നിർത്തിയേക്കുവാണ്. കണ്ടില്ലേ, ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, അത്യാവശ്യം നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. ഞങ്ങൾ മഴയില്ലാന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഗുണ്ടിൽപ്പേട്ടയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടകയിലാണ്. കേരളം കഴിഞ്ഞു. കേരളം കഴിഞ്ഞ് നമ്മളിപ്പോൾ കർണാടകയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഗുണ്ടിൽപ്പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഗൈസ്, നമ്മൾ അവിടെയായിരുന്നു മഴ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴയൊന്നുമില്ല. ഇവിടെ നിറയെ ഹമ്പാണ്. അതുകൊണ്ട് മെല്ലെയാണ് പോകാൻ പറ്റുള്ളൂ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു നേരമാവും, രാത്രിയൊക്കെ ആവും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം രാത്രിയാവും. അതായത് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്തോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളിന് കൃഷി ചെയ്യുന്ന ഏരിയാസ് ഒക്കെ ആയിരിക്കും. അവിടെ നല്ല ഭംഗിയുണ്ട്. ക്യാമറ കാണുന്നതിനെക്കാട്ടും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ സൂര്യകാന്തി പൂക്കൾ. ഗൈസ്, നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കുവാണ്. അവിടെ പൂക്കള്, സൂര്യകാന്തി പൂ ഉണ്ട് ഇവിടെ ഒക്കെ കണ്ട്. വാടാർമല്ലി പൂക്കളാണ് ഇതൊക്കെ. മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. അവിടെ പൂക്കളൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ ഇങ്ങനെ ഓടി ഇങ്ങനെ കിടക്കുന്ന മല. അവിടെ പുള്ളിങ്ങനെ കൊള്ളാം. നല്ല മധുരമുണ്ട് ഗൈസ്, വാങ്ങിക്കും. നമ്മളിപ്പോൾ ടൗണിലോട്ട് വന്നു ഗൈസ്. ഇവിടെ അത്യാവശ്യം കുറെ വീടുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിക്കുന്നു.
കഴിച്ച് ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പച്ചക്കറി കട കണ്ടു. അപ്പോൾ അമ്മ അച്ഛനും കൂടെ കുറച്ച് പച്ചക്കറി വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വില കുറവാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെണ്ടുമല്ലി പൂവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും സൂര്യനൊക്കെ പോയി, അതുകൊണ്ട് അത്ര വെളിച്ചമില്ല. എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലിയൊക്കെ ആയിട്ട് നിന്നിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ പോവാണ് തിരിച്ച്. അപ്പോൾ ഇനി ഫോട്ടോസൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് വെയിലുണ്ടായിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലോട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 7:15 സമയമായി, രാത്രിയായി. അപ്പം നമ്മളവിടെ കുറേ നേരം അങ്ങനെ സമയം കണ്ടുകൊണ്ടാണ് രാത്രിയായത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ വരായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. പിന്നെ ഞങ്ങൾ ബത്തേരിയിൽ എത്തിയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറി. അപ്പോഴത്തേക്ക് ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.